നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുകയാണ്. ക്വസ്റ്റ്യൻസ് കേട്ടോ, പരീക്ഷകൾക്കൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് കടക്കാം. മനുഷ്യ ശരീരം, ഇപ്പം മനുഷ്യൻ്റെ ശാസ്ത്രീയ നാമം അറിയാമല്ലോ, എന്താണ്? ഹോമോസാപ്പിയൻസ്. അതുപോലെ പറയുകയാണെങ്കിൽ മനുഷ്യന് 5 ഇന്ദ്രിയങ്ങളുണ്ട്, പഞ്ചേന്ദ്രിയങ്ങൾ, 5 ഇന്ദ്രിയങ്ങൾ. അപ്പം ഏതൊക്കെയാണെന്ന് പറയാം: കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി. ഇതാണ് 5 ഇന്ദ്രിയങ്ങൾ. അപ്പം ഏറ്റവും വലിയ ഇന്ദ്രിയം, മനുഷ്യരത്തെ ഏറ്റവും വലിയ ഇന്ദ്രിയം ഏതാണ്? ത്വക്കാണ് കേട്ടോ. അതായത് ത്വക്ക് ശരീരം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ഒരു അവയവമാണ് ത്വക്കിനെ, പക്ഷേ ഇന്ദ്രിയമായിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത്. അതുപോലെ ആറാമതൊരു ഇന്ദ്രിയം, നമ്മൾ 5 ഇന്ദ്രിയങ്ങളാണ് മനുഷ്യനുള്ളത്, പക്ഷേ 6ാം ഇന്ദ്രിയമായിട്ട് മനസ്സിനെ കണക്കാക്കിയിട്ടുണ്ട് കേട്ടോ. പോട്ടെ. അതുപോലെ മനുഷ്യരത്തിൽ എത്ര അസ്ഥികളുണ്ടെന്ന് അറിയാമോ? 206 അസ്ഥികൾ. മനുഷ്യരത്തിൽ 206 അസ്ഥികൾ. നവജാത ശിശുക്കളിൽ 300 അസ്ഥികളുണ്ട്. അതുപോലെ തന്നെ മനുഷ്യന് എത്ര പല്ലുണ്ടെന്ന് അറിയാമോ? മനുഷ്യന് പ്രായപൂർത്തിയായ ഒരു മനുഷ്യന് 32 പല്ലുകൾ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ പല്ലത്ര 20 പല്ല്. കുഞ്ഞുങ്ങളുടെ പല്ലുകളെ വിളിക്കുന്ന പേരാണ് പാൽപ്പല്ലുകൾ. 20. അതുപോലെ തന്നെ മനുഷ്യന് എത്ര പേശികളുണ്ടെന്ന് അറിയാമോ? 639 പേശികൾ. അതുപോലെ തന്നെ മനുഷ്യരത്തിൽ ഏറ്റവും വലിയ അസ്ഥി ഏതാണ്? ഫീമർ അല്ലെങ്കിൽ തുടയല്ല്. ഏറ്റവും ചെറിയ അസ്ഥി ഏതാണ്? സ്റ്റേപ്പിസ് ആണ്. ഏതാണ്? സ്റ്റേപ്പിസ് ആണ്. അതുപോലെ തന്നെ മനുഷ്യരത്തിലെ രക്തത്തിൻ്റെ അളവ് എത്രയാണെന്ന് അറിയാമോ? എത്രയാണ്? 5-6 ലിറ്റർ. 5 മുതൽ 6 ലിറ്റർ വരെയാണ് മനുഷ്യരിലെ രക്തത്തിൻ്റെ അളവ്. മനുഷ്യൻ്റെ ഹൃദയസ്പന്ദന നിരക്ക് എത്രയാണെന്ന് അറിയാമോ? മിനിറ്റിൽ 72 തവണ. എത്രയാണ്? മിനിറ്റിൽ 72 തവണ. സ്ത്രീകളിലാകുമ്പോൾ അല്പം വ്യത്യാസമുണ്ട്. 74 തവണ കേട്ടോ, മിനിറ്റിൽ 74 തവണ. അതുപോലെ മനുഷ്യൻ്റെ ബ്ലഡ് പ്രഷർ എത്രയാണെന്ന് അറിയാമോ? 120/80 ആണ് ഒരു മനുഷ്യൻ്റെ നോർമൽ ബ്ലഡ് പ്രഷർ. അതുപോലെ തന്നെ നോർമൽ ബ്ലഡ് പ്രഷർ 120. മനുഷ്യൻ്റെ ആയുർദൈർഘ്യം എത്രയാണ്? മനുഷ്യൻ്റെ ആയുർദൈർഘ്യം എന്ന് പറഞ്ഞാൽ 60-70 ആണ് മനുഷ്യൻ്റെ ആയുർദൈർഘ്യം. അതുപോലെ തന്നെ മനുഷ്യനെക്കുറിച്ച് പറയാം. മനുഷ്യന് 2 കണ്ണ്, 2 ചെവി, 1 നാക്ക്, 1 മൂക്ക്. അതുപോലെ തന്നെ ത്വക്ക് ശരീരം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ഒരവയവമാണ്. അതുപോലെ തന്നെ ഹൃദയം ഒരു ഹൃദയമുണ്ട് കേട്ടോ. അതുപോലെ 2 വൃക്കകൾ 2ആണ്. ഇതൊക്കെയാണ് മനുഷ്യനെക്കുറിച്ചുള്ള കേട്ടോ ഒരു ചെറിയ വിവരണം.